ഒടുവിൽ ഭീകരർ അവരുടെ 18ാമത്തെ അടവ് പുറത്തെടുക്കുകയാണ്. രാജ്യത്തെ അതിർത്തികളെല്ലാം തന്നെ ഏകദേശം സുരക്ഷിതമായി കഴിഞ്ഞു. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ യാതൊരുവിധ പദ്ധതികളും ഭീകരർ മെനഞ്ഞിട്ട് അതൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. രാജ്യത്തിനകത്ത് സ്ഫോടനം നടത്താമെന്ന് വിചാരിച്ചാൽ രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളെല്ലാം NIA റെയ്ഡ് ചെയ്ത് ഓരോ ദിവസം പിടികൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ വലിയൊരു പദ്ധതി നമ്മുടെ കേന്ദ്രസേന തകർത്ത റിപ്പോർട്ടുകൾ മലയാള മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ 18ാം അടവാണ് അവർ എടുക്കുന്നത്. അതായത് BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറൂ എന്നാണ് ഇവരോട് കൃത്യമായി ഈ ഭീകരവാദികൾ പറഞ്ഞിരിക്കുന്നത്. ISI പറഞ്ഞ, അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISI പറഞ്ഞിരിക്കുന്നത് കശ്മീരിലെ പാർട്ടികളിലേക്കാണ് ആദ്യം നിങ്ങൾ നുഴഞ്ഞു കയറേണ്ടത്, അതിനുശേഷം ഭരണ പാർട്ടിയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ ഭീകരരെ സംരക്ഷിക്കാൻ പാകിസ്ഥാന്റെ ISI ഏജൻസി പുതിയ തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും സുരക്ഷാ ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാൻ ISI തങ്ങളുടെ തീവ്രവാദികളോട് ആവശ്യപ്പെടുന്നു. അടുത്തിടെ തീവ്രവാദികളെ സഹായിച്ച ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് വെളിപ്പെട്ടത്. സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ കക്ഷികളുടെ തിരിച്ചറിയൽ കാർഡുകൾ കാണിക്കാനും ഭാവിയിൽ പ്രതിഷേധങ്ങൾ നടത്താനും ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീനഗർ പോലീസ് ചില ഗ്രൗണ്ട് വർക്കർമാരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പ്രതികളിൽ ചിലർ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായി. ഇത് ISIയുടെ പുതിയ തന്ത്രമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഏജൻസികളുടെ നടപടികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി ജമ്മു കശ്മീരിലെ തീവ്രവാദികളെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ISI നുഴഞ്ഞു കയറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ISIയുടെ പദ്ധതി നുഴഞ്ഞുകയറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും 90കളിൽ സജീവമായിരുന്നതും പിന്നീട് നിഷ്ക്രിയവുമായതുമായ ഭീകര സംഘടനകളെ പുനരുജ്ജീവിപ്പിക്കുവാനും ISI തയ്യാറെടുക്കുന്നുണ്ടെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജമ്മു കശ്മീരിൽ ഒരു പ്രസ്ഥാനം സൃഷ്ടിക്കാൻ പിന്നീട് ഉപയോഗിക്കാവുന്ന തീവ്രവാദികളെ രാഷ്ട്രീയക്കാരാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസിയായിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും നിലവിൽ പാകിസ്ഥാനെ നിരീക്ഷിക്കുന്നുണ്ട്. തീവ്രവാദികൾ സജീവമായ പങ്കില്ലെന്നും അവർക്ക് തദ്ദേശവാസികളിൽ നിന്നും പ്രത്യേക പിന്തുണ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ ISI ഇപ്പോൾ ഈ തീവ്രവാദികളെ ഏതെങ്കിലും വിധേന സജീവമാക്കാൻ ശ്രമിക്കുന്നു. ഇതിനായി ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ സഹായം സ്വീകരിക്കാം. ഏതെങ്കിലും സുരക്ഷാ സേന പരിശോധിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ തിരിച്ചറിയൽ കാർഡ് കാണിച്ച് രക്ഷപ്പെടാൻ ISI ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.